സോ ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. നമ്മളിന്ന് പുതിയൊരു ഗെയിമായിട്ട് വന്നിരിക്കുകയാണ്. ഗെയിമിൻ്റെ പേരാണ് മൈൻക്രാഫ്റ്റ്. നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ ഗെയിമേഴ്സും അറിയുന്ന ഒരു ഗെയിം തന്നെയായിരിക്കും മൈൻക്രാഫ്റ്റ്. സോ നമ്മൾ ഇന്ന് അതായിട്ടാണ് ഗെയ്സ് വന്നിരിക്കുന്നത്. സോ മൈൻക്രാഫ്റ്റ് ബെഡ് റോക്ക് എഡിഷൻ ഓക്കെ നമ്മളിന്ന് കളിക്കാൻ പോകണം. സോ ഓക്കെ, നമുക്ക് അധിക സമയങ്ങളത് വീട്ടിൽ കിടക്കാം. പെട്ടെന്ന് തന്നെ ഒരു വേൾഡ് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തേക്കാം. ക്രിയേറ്റ് ന്യൂ വേൾഡ്. ഓക്കെ, നമുക്ക് സർവൈവലുണ്ട്. സർവൈവൽ സീരീസ് ആണ്. നമ്മൾ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാനോ ഒന്നും കാര്യങ്ങളൊന്നും അല്ല. നമുക്ക് പ്രോപ്പർ ഗെയിം പ്ലേ കളിക്കാൻ പോകണം. വേൾഡിൻ്റെ പേര് എന്താ ഇടുക അപ്പോൾ? മൈ വേൾഡ് തന്നെ ഇരിക്കട്ടെ. മൈ വേൾഡ് തന്നെ ഇരിക്കട്ടെ. എന്താ അപ്പോൾ പക്ഷേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഷെയ്ഡറും ഒന്നുമില്ല. നമ്മൾ പക്ക സെറ്റാണ്. ഓക്കെ ഓക്കെ അതിലോടാവട്ടെ. സോ ഫൈനലി ഇതാ നമ്മുടെ ഗെയിമിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ സ്പോൺ ആയത് വേറെ ഒരു ഐലാൻഡിലുണ്ടെങ്കിൽ നമ്മൾ സ്പോൺ ആയിരിക്കുന്നത്. ഈ ഐലൻഡ് കൊള്ള കൈസ്. ആക്ച്വലി ഞാൻ നേരെ നോക്കില്ല. ഒരു 4-5-6 മരം ഉണ്ട്. അതിന് വെട്ടിയും കൊല്ലുകയും ദിവന്മാരെയും തട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മരം വെട്ട കൈസ്. എപ്പോഴും മൈൻക്രാഫ്റ്റ് വേൾഡ് സ്പോൺ ചെയ്ത് നമുക്ക് ആദ്യം വേണ്ടത് ബേസിക് ആർമറും ടൂൾസും പിന്നെ അതൊക്കെയാണ് വേണ്ടത്. അത് ഉണ്ടാക്കാൻ വേണമെങ്കിൽ നമ്മൾ ആദ്യം എടുക്കണം മരം പൊട്ടിക്കണം. ഞാൻ അത്ര പ്രോ ഒന്നുമല്ല. ഞാൻ ഈ ഗെയിം കളിക്കുന്നതിന് മുന്നേ ചെറുതായിട്ട് റിസർച്ച് ഒക്കെ നടത്തി യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഉണ്ട് അങ്ങനെ കളിക്കേണ്ടത്. സോ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇങ്ങനെ എടുക്കണം. പിന്നെ ഈ മരം വെട്ടി കളിക്കണം. നമുക്ക് ഇത്ര ലോഗ് കിട്ടി. ഇതാണ് വുഡ് ലോഗ്, ഓക്ക് വുഡ് ലോഗ് എടുക്കണം. പിന്നെ അവിടെ ഓക്ക് വുഡ് പറഞ്ഞാൽ മൈൻക്രാഫ്റ്റ് പലതരം മരങ്ങളുണ്ട്. ഓക്ക്, ബിർച്ച്, ഡാർക്ക് ഓക്ക്, എങ്കിള്, അങ്ങനെ ജംഗിൾ വുഡ് കുറേ എന്തൊക്കെയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുക്കുന്നതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ 4 മതി. എന്നിട്ട് ബാക്കി ഓക്കെ ഇതെടുക്കുക. എന്നിട്ട് ഇതെടുക്കുക നമ്മുടെ ഇൻവെന്ററി കൊണ്ടുപോയി വെച്ചിട്ട് ഇതിനെ ഒരു 3 പ്ലാങ്ക് ആക്കുക. എന്നിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുക. ക്രാഫ്റ്റിംഗ് ടേബിളാണ് വേണം. നമുക്ക് ഈ മൈൻക്രാഫ്റ്റിൽ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ലെങ്കിൽ ഇതിൽ പകുതി കാര്യങ്ങൾ ഈ മൈൻക്രാഫ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പകുതി മുക്കാൽ കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. സോ ക്രാഫ്റ്റിംഗ് ടേബിൾ മസ്റ്റ്. പിന്നെ നമുക്ക് വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ലോഗും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് സ്റ്റിക്കും കാര്യങ്ങളൊക്കെ വേണം. അതേ നമുക്ക് ഇവിടെ കുറച്ച് ഇൻവെന്ററും കാര്യങ്ങളും നമ്മുടെ സോഡും വെപ്പൺസൊക്കെ അങ്ങനെ അൺലോക്ക് ആയിട്ട് വരും. സോ വേണ്ടത് ഒരു സോഡ്, ഒരു അപ്പോഴേക്കും വുഡ് തീർന്നു. കുഴപ്പമില്ല, നമ്മുടെ ഇതിൻ്റെ ഇനിയും ഉണ്ട്. ഡോണ്ട് വറി, ബി ഹാപ്പി. ഓക്കെ, പിന്നെ ഒരു പിക്കാക്സ്, പിന്നെ ഒരു പിക്കാക്സ്, ഇനി ഒരു ഈ 2 വിധം നമുക്ക് ഉണ്ടാക്കി വെക്കാം. ഓക്കെ, അതാണ് നല്ലത്. പിന്നെ ഒരു സോഡ്. ഓക്കെ, അതായിട്ടുണ്ട്. പിന്നെ മതി ഇത്ര മതി. നമ്മൾ ഇതിനെ പൊട്ടിച്ചെടുക്കാം നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിനെ. ഓക്കെ, നമ്മളിപ്പോൾ ബേസിക് കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്യുന്നു. നമ്മൾ ഇനിയും മൈൻക്രാഫ്റ്റ് പറയുന്നത് ഒരു ഇൻഫിനിറ്റ് വേൾഡുള്ള ഗെയിമാണ്. അത് തീരുമായില്ല. നമ്മൾ എത്ര കളിക്കാൻ പറ്റുന്ന അത്ര നമുക്ക് ഇമാജിനേഷൻ നമ്മുടെ അതുപോലെ ഇരിക്കും, നമ്മുടെ ക്രിയേഷൻ പോലെ ഇരിക്കും ഗെയിം. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. യെസ്. ഓക്കെ, ഈ വുഡും തേങ്ങയൊക്കെ എല്ലാം ആന്തുള്ളിലേക്ക് വെക്കാം. ഓക്കെ, അതൊക്കെ എടുത്തിട്ട് ഇൻവെർട്ടറി ഒക്കെ നല്ലോണം. എപ്പോഴും ഇൻവെർട്ടറി എനിക്ക് കറവറാന്ന് നടക്കുന്നത് ഇഷ്ടമല്ല. അതാർക്കും ഇഷ്ടമല്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ഷീപ്പ് കളിയൻ. മോനെ എന്താണ് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് കൊല്ലാൻ പോണ്. സോ ഓക്കെ, ബൈ ബൈ. അവനെ കൊന്നിട്ടുണ്ട്. അവനെ കൊന്നു നമുക്ക് ഈ വുള്ള് പറഞ്ഞ സാധനം കിട്ടും ഗൈസ്. കണ്ടാ വുള്ള്? അയ്യോ അവിടെ വെച്ചറ. ഈ വുള്ള് ഉണ്ടെങ്കിൽ നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റും. ബെഡ് ഉണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ ഗൈസ്, മൈൻക്രാഫ്റ്റ് വേറെ സംഭവമുണ്ട്. നമ്മൾ ഈ ഗെയിമിനുള്ളിൽ 3 ദിവസം ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ ഫാൻഡം മറ്റൊരു മോവ് സ്പോണാവും. അത് നമ്മളെ വന്ന് കൊല്ലാൻ വരും. 3 ദിവസത്തിനുള്ളിൽ നമ്മൾ ഉറങ്ങണം. മനസ്സിലായില്ല? പക്ഷെ അതല്ല മെയിൻ ഡേഞ്ചർ. അതിന് നമ്മൾ വല്ല വീട്ടിനുള്ളിൽ ഇരുന്ന് പോയി ഇരുന്നതിന് രക്ഷപ്പെടാം. വല്ല ഹൈഡോട്ടോ എന്തെങ്കിലുമൊക്കെ വീട് പോലെ കെട്ടിക്കുന്ന അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാം. അതല്ല സാധനം. വേറെ സാധനമുണ്ട്. ഏത് മറ്റേ സോംബി ക്രീപ്പർ കൊണ്ട് കുറേ മോബ്സ് ഉണ്ട്. നമുക്ക് കണ്ട പേടിക്കും. രാത്രി ആയി കഴിഞ്ഞാൽ അവന്മാർ സ്പോണായ നമ്മളെ കണ്ട കൊല്ലാൻ വരും. അപ്പുറ സൈഡിൽ മോബ്സ് ഉണ്ട് മൈൻക്രാഫ്റ്റിൽ. പക്ഷെ രാത്രി ആകുമ്പോഴേ സ്പോൺ ആവുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത്തിരി വുഡും കുറച്ച് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നു. മറ്റേ ബെഡ് മസ്റ്റായിട്ട് ഉണ്ടാക്കണം. ബെഡ് വേണം, ഫുഡ് റിസോഴ്സും കാര്യങ്ങളൊക്കെ എല്ലാം വേണം. അഥവാ അവന്മാരടിച്ച് നമ്മുടെ ഹെൽത്തൊക്കെ കമ്മി വയ്ക്കാൻ നമുക്ക് ഇവനെ കൊന്നിട്ട് ആക്ച്വലി നമുക്ക് 3 ഉള്ളു കിട്ടി ഗൈസ്. നമുക്ക് ഇപ്പം തന്നെ നമുക്ക് മറ്റേ ബെഡ് ഉണ്ടാക്കി കാണാം. ഓക്കെ, റെഡി ഗൈസ്. ഒരു ബെഡ് അങ്ങ് ഉണ്ടാക്കാം. ഓക്കെ, ഇതാണ് ബെഡ്. ഇതെടുത്ത് ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിൽ കിടന്ന് ഉറങ്ങുക. അത് ഗൈസ് അത്രേ ഉള്ളൂ. അളിയ മാറിയ എന്താണ് നീക്കും കിടക്കണ? പിന്നെ അല്ല, എൻ്റെ ബെഡിൻ്റെ മുകളിൽ കയറി കളിക്കാൻ മാത്രമായി അവൻ്റെ. ഓക്കെ, ഇത് അത്രേ ഉള്ളൂ. പൊട്ടിച്ചല്ല. അത് കൗ അതാ അത് തെറിച്ച് വെള്ളത്തിൽ പോയി ചാവട. അത്രേ ഉള്ളൂ. അതിൻ്റെ ഇറച്ചിയെല്ലാം തേങ്ങയും കെട്ടിയതാ. കുറച്ച് മീൻ കിടക്കുന്നുണ്ട് അവിടെ. അതിനെ കൊന്നു. അതിനൊക്കെ ഈസിയായി കൊന്നു.
ഒറ്റയടിക്ക് കത്തും അവന്മാരൊക്കെ. എൻ്റെ പിക്കാക്സ്, എൻ്റെ മറ്റേ സാധനം പൊട്ടി, ആക്സ് അവിടെ എൻ്റെ എൻ്റെ അപ്പളെ 2 ഉണ്ടാക്കിയത് ഗൈസ്. ഏത് അപ്പോഴാണ് യൂസ് ആയത് കണ്ട. അപ്പോൾ ഞാൻ 2 ഉണ്ടാക്കാണ്ട് ഇപ്പോൾ ഒന്ന് മാത്രം ഇന്തറ കളിക്കണം. ചക്കാൻ നിൽക്കറേ അല്ലേ. ഇവിടെ തന്നെ നമുക്കൊരു ക്യാമ്പ് സെറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് നല്ലത്. ഇവിടെ തന്നെ നമുക്കൊരു ക്യാമ്പ് സെറ്റ് ചെയ്യാം, അതാണ് നല്ലത്. വേറെ ഇപ്പോൾ തൽക്കാലത്തേക്ക് വേറെ ഐലൻഡിലേക്കൊന്നും യാത്ര ചെയ്യേണ്ട. നമുക്ക് ഇവിടെ ഒരു ക്യാമ്പ് സെറ്റ് ചെയ്ത് രാത്രി എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുള്ള വഴി വേണം നമ്മൾ ആദ്യം നോക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ ഇത്തിരി സ്റ്റോണും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഗൈസ്. അതാണ് സ്റ്റോൺ, നമുക്ക് അതൊന്നും എടുക്കാം. ഈ പിക്കാക്സ് വെച്ചിട്ട് മെല്ലെ ഇത്തിരി സ്റ്റോണൊക്കെ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ സ്റ്റോൺ വെച്ചിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. എനിക്കെന്തോ ഇത് മതിയാന്ന് തോന്നുന്നു ഗൈസ്, മതി. ഇനി നിന്ന് കഴിഞ്ഞാൽ ഇനിയും ബൈക്കാതെ നമ്മൾ സീനാണ്. ഓക്കെ, ഇപ്പം തന്നെ രാത്രിയാവുന്നുണ്ട്. ഓക്കെ, നമുക്ക് എവിടെ ക്യാമ്പ് സെറ്റ് ചെയ്യാം ഗൈസ്? ആ ഒരു അവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, അയ്യോ, ഇപ്പം തന്നെ ഒരു ക്യാമ്പ് സെറ്റ് ചെയ്തോളൂ. ഇപ്പം തൽക്കാലത്ത് നമുക്ക് ചെറിയതായിട്ടുള്ളൊരു ക്യാമ്പ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അടുത്ത വരുന്ന വീഡിയോസ് നമുക്ക് പുതിയ നല്ല വീടും വേറെ ഐലൻഡിൽ പോയിട്ട് വീടും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കണം. തൽക്കാലത്ത് നമുക്ക് ഇവിടെ ഒരു ക്യാമ്പ് സെറ്റ് ചെയ്യാം ഗൈസ്. നമുക്ക് ഇങ്ങനെ നമുക്ക് വിരിച്ച് ലോഗ് വെച്ച് സെറ്റ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് വുഡ് കുറവാണ്. വുഡ് കുറവായതുകൊണ്ട് നമുക്ക് മറ്റേ പ്ലാങ്ക്, ഈ സാധനം ബെസ്റ്റ് ഉണ്ടാക്കുന്നത്. വുഡിന് ഇപ്പോൾ ഒരൊറ്റ വുഡ് ഉണ്ടെങ്കിൽ 4 പ്ലാങ്ക് ഉണ്ടാക്കാം. ഒറ്റ വുഡിൻ്റെ ലോഗ് ഉണ്ടെങ്കിൽ 4 പ്ലാങ്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നിറയെ പ്ലാങ്ക് ഇങ്ങനെ ഉണ്ടാക്കാം. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു വീഡിയോ എടുക്കാം. രാത്രി ബെഡ് വയ്ക്കുക, കിടന്നുറങ്ങാം. രാത്രി ആയില്ല സൺസെറ്റ് ആയിട്ടുള്ളൂ, രാത്രി ആയിട്ടില്ല അല്ലേ? ഓക്കെ, റെഡി. എൻഡർമാൻ പിന്നെ നമ്മൾ എൻഡർമാൻ്റെ കണ്ണി നോക്കാൻ പാടില്ല കേട്ടോ ഗൈസ്. നമ്മൾ എൻഡർമാനെ ഇപ്പോൾ കണ്ടിട്ട് എൻഡർമാൻ വിട്ട് അതിന് നോക്കാൻ പോയിക്കഴിഞ്ഞാൽ അത് നമ്മളെ അടിച്ച് പാറ്റിക്കളയും. ഉള്ള കാര്യം പറയാതെ അടിച്ച് നമ്മുടെ പണി കഴിക്കരുത്. അതിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കത്തിക്കൽ കഴിഞ്ഞു. ഓക്കെ, ഇപ്പം ശരിക്കും രാത്രി നമുക്ക് പോയിട്ട് കിടന്ന് ഉറങ്ങിക്കാം. ഓക്കെ, കിടന്നുറങ്ങുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ മൈൻക്രാഫ്റ്റിൽ ഡേ 1 കംപ്ലീറ്റ് ആക്കി. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഞാൻ പിന്നത്തെ വീഡിയോ ഞാൻ ഇത് വെച്ച് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ വരാം. ഓക്കെ, നമ്മൾ എന്തായാലും ഈ വീട് ഇപ്പോൾ കെട്ടുന്നില്ല, ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ബാക്കി ഞാൻ സെക്കൻഡ് പാർട്ടിൽ കാണിക്കാം. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട. സോ നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ.